ജന്മാദ്യസ്യേതൊന്നയാതിതരതച്ചാർത്തേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദയാദികവേ മുഹ്യന്തി യത്സൂരയത്തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്രപ്തിസർഗോ മുഷാനാംനാശേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ കലി, രാജാവ്, ധർമ്മം, ഭൂമി ഇവർ തമ്മിലൊക്കെ ഉള്ള സംഭാഷണത്തിൻ്റെ അവിടെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ രാജാവ് അവിടെ ചോദിക്കുകയും ചെയ്തു, ഞാൻ രാജാവാകുമ്പോൾ ഇവിടെ അധർമ്മം നടക്കുന്നത് എനിക്ക് ദുഷ്കീർത്തിക്ക് കാരണമാവും. അതുകൊണ്ട് ധർമ്മദേവനോട് എന്താണ് നിൻ്റെ ദുഃഖത്തിന് കാരണം എന്ന് രാജാവ് പേടിക്കാതെ പറയാൻ വേണ്ടി പറയുന്നു. അപ്പോൾ ധർമ്മദേവൻ പറഞ്ഞു, അങ്ങയുടെ ഈ വാക്കുകൾ അങ്ങയുടെ കുലത്തിന് യോജിച്ചത് തന്നെയാണ്, പാണ്ഡവ വംശത്തിന് യോജിച്ചത് തന്നെയാണ്. എന്താണ് മനുഷ്യന്മാരുടെ സുഖദുഃഖത്തിന് കാരണമെന്നൊന്നും വ്യക്തമല്ല. അത് അപ്രതിർക്യാത് അനിർദ്ദേശാത് എന്നൊക്കെ പറഞ്ഞു. പറയാൻ കഴിയില്ല എന്തുകൊണ്ടാണ് നമ്മൾ സുഖം അനുഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ദുഃഖം അനുഭവിക്കുന്നത്, അവ്യക്തമാണ്. പലരും പലതും പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കുറച്ച് ധർമ്മത്തിനെ കുറിച്ച് നമുക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ പറയണത്. കഥയിൽ അത് അത്ര അത്യാവശ്യമൊന്നും അവിടെ ഇല്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും നമുക്ക് വേണ്ടിയിട്ട് കഥയെ കൂടെ കൊണ്ടുവരിക. അതാണ് ഏവം ധർമ്മേ പ്രപദതി സ്ഥതം രാജ്യസത്തമ 21-ാമത്തെ ശ്ലോകം. സമാഹിതേന മനസാ വിഖേദ പരിചഷ്ടതം രാജോവാച ധർമ്മം പ്രവീഷി ധർമ്മജ്ഞാധർമ്മോസി വിഷരൂപതൃക്കേത് അധർമ്മകൃതസ്ഥാനം സൂചകസ്യാവിതഭവേൻ. അല്ലയോ ധർമ്മജ്ഞാന്ന് വിളിക്കുകയാണ് കാളയെ. ത്വം ധർമ്മം പ്രവീഷി, അങ്ങ് ധർമ്മത്തെ പറയുന്നു. വൃഷരൂപതൃക്ക്, കാളയുടെ രൂപത്തെ ധരിച്ചിരിക്കുന്ന ധർമ്മ അസി, ധർമ്മദേവനാണ് അങ്ങ്. ശരിക്കൊരു കാളയല്ല അത് എന്നാണ്. കാളയുടെ രൂപം ധരിച്ചിരിക്കുന്ന ധർമ്മദേവനാണത്രേ ഈ കാള. അധർമ്മകൃത, അധർമ്മം ചെയ്യുന്നവന് സ്ഥാനം ഏതൊരു ലോകമോ അത് സൂചകനും ഭവിക്കും എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അധർമ്മം ചെയ്യുന്നവന് കിട്ടുന്ന നരകലോകം, അധർമ്മം ചെയ്യുന്നവന് നരകമാണല്ലോ കിട്ടുക, നല്ലത് ചെയ്തവർക്ക് സ്വർഗവും കിട്ടുന്നതാണ്. അപ്പം അധർമ്മം ചെയ്തവന് കിട്ടുന്ന നരലോകം ആ അധർമ്മകർത്താവിനെ പറ്റി പറയുന്നവർക്കടക്കം കിട്ടുന്നതാണ്. അധർമ്മകർത്താവിനെ പറ്റി നമ്മൾ പറയുക പോലും ചെയ്യരുത്. പറഞ്ഞാൽ സ്മരിക്കലായി, സ്മരിച്ചാൽ ദോഷമായി. ഭഗവാനെ സ്മരിച്ചാൽ ഗുണം ഉണ്ടച്ചാൽ അധർമ്മത്തെ സ്മരിച്ചാൽ ദോഷം ഉണ്ടാവണ്ടേ. കോൺവേഴ്സിലി അങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങനെയാണല്ലോ വരിക. അതുകൊണ്ട് ഈ അധർമ്മം അതിനെപ്പറ്റി സ്മരിക്കുക പോലും പറയരുത്. ശരിയല്ലാത്ത ഒരാളെ പറ്റി നമ്മൾ ഭരണ നേതാവാവാം, ആരെങ്കിലും ആവാം, നിങ്ങളെ അയാളെ പറയലൊന്ന് നിർത്തുമോ ദയവ് ചെയ്തിട്ട്. കേട്ടാ ചെവി കേടുവരും, പറഞ്ഞാൽ നാവും കേടുവരും. ദയവ് ചെയ്തിട്ട് നമുക്ക് വിഷയം മാറ്റിയാണ് ചിലർ പറയണേക്കാ. അത് എത്തിയാണത്രേ. ഈ അധർമ്മകാരനെ പറയാനോ സൂചിപ്പിക്കാനോ പോലും പാടില്ല. കണ്ണ് തീർച്ചയായിട്ടും അടയ്ക്കണം എന്ന് അവരുടെ നേരെ. അത് ചെയ്യാണ്ടെങ്കിൽ ചെയ്യാട്ടോ, രാജാവാണ് അതിനെ എതിർക്കുക. പക്ഷെ അതൊരു സംഭാഷണ വിഷയമാക്കുന്നത് പോലും പാപകരമാണ് എന്ന് ഇവിടെ വരുന്നു. ഏത് അധർമ്മകൃതസ്ഥാനം, അധർമ്മകൃതന്മാർക്ക് കിട്ടുന്ന സ്ഥാനം നരകം. സൂചകസ്യാപിതഭവേൻ, സൂചകസ്യൻ അതിനെപ്പറ്റി പറയുന്നവർ. അധർമ്മത്തെക്കുറിച്ചോ അധർമ്മകാരനെക്കുറിച്ചോ നമ്മൾ ചർച്ചാ വിഷയമാക്കിയാലടക്കം നമ്മളിത് അധർമ്മം ചെയ്തിട്ടില്ലെങ്കിലും നരകത്ത് പോവും. അതുകൊണ്ട് നമുക്ക് വിഷയം മാറ്റുക. അഥവാ ദേവമായ നൂനംഗതിരഗോചര ചേതസോ വചസശ്ചാഭിഭൂതാനാം ഇത് നിശ്ചയ. അത്രയും മോശമാണ് അവരുടെ കഥ എന്ന് പറഞ്ഞതാണ്. അഥവാ അല്ലെങ്കിൽ ദേവമായ ഈശ്വരമായയുടെ ഗതി ഭൂതാനാം ചേതസ, ഭൂതങ്ങളുടെ മനസ്സിനും വചസ വാക്കിനും അഗോചര, വിഷയമല്ല. കൊല്ലുന്നവൻ, കൊല്ലപ്പെടുന്നവൻ മുതലായിട്ടുള്ള ധർമാധർമ്മങ്ങളെക്കുറിച്ച് അതൊക്കെയാണല്ലോ ഈശ്വരൻ്റെ മായ. അത് പറയാൻ സാധ്യം തന്നെയല്ല. അതൊന്നും നമുക്ക് മുഴുവൻ മനസ്സിലാക്കുന്ന കാര്യവും അല്ല.
ധർമ്മം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമാണ്, പറവാനോ വാക്കുകൊണ്ട് ഊഹിക്കാനോ സാധ്യമല്ല എന്ന് ആണ് ധർമ്മദേവ അങ്ങ് പറഞ്ഞത്. എനിക്ക് മനസ്സിലായി. ഈ ധർമ്മത്തിനെ കുറിച്ച് പറയാൻ ഒരു അറ്റമോ അല്ലെങ്കിൽ എളുപ്പമോ സുഗമതയോ ഇല്ല. അത്രയും സൂക്ഷ്മമാണ് ധർമാധർമ്മങ്ങളുടെ മാർഗം എന്ന് അങ്ങ് പറഞ്ഞു. അത് വളരെ ശരി തന്നെ. തപശ്ചൗജന്തയാ സത്യം വിധിപ്പാദ പ്രകീർത്തിത അധർമാംശേത്രയോ ഭഗ്ന സ്മയസംഗമതൈസ്തവ. തപസ്, സ്വധർമാനുഷ്ഠാനം, ശൗചം, ശുദ്ധി, അതുപോലെ തന്നെ ദയ, സത്യം, ഇതിപാദ എന്നിവ കാലുകൾ. ഇതാണ് 4 കാല്, ധർമ്മത്തിൻ്റെ 4 കാല്, 4 പാദങ്ങൾ. പാദം എന്നുള്ള വാക്കിന് ഭാഗം എന്നർത്ഥമുണ്ട്, കാലല്ലാത്ത അർത്ഥമുണ്ട്. 4 പാദം എന്ന് പറഞ്ഞ ഒരു ശ്ലോകത്തിൽ 4 പാദം ഉണ്ടാവും. പറഞ്ഞാൽ എന്താ അർത്ഥം? 4 വരികളുണ്ടാവും. ആ ശ്ലോകത്തിൻ്റെ 4 പ്രധാന ഭാഗങ്ങളാണ് 4 വരികൾ. അപ്പോൾ ഇവിടെ സത്യം, തപസ്, ശൗചം, ദയ, ഈ 4 കാലുകളാണ് ഉള്ളത്. അതിലത്തെ 3 കാലും വെട്ടിപ്പോയിരിക്കുന്നു. അധർമാംശി, അധർമ്മത്തിൻ്റെ അംശങ്ങളായ ഗർവം, അഹംഭാവം മുതലായിട്ടുള്ള 3 കാലുകൾ ഒടിക്കപ്പെട്ടു. തപസ്, ശൗചം, ദയ, സത്യം, ഈ 4 എണ്ണമാണ് ധർമ്മത്തിൻ്റെ 4 കാല് എന്നാണ് പറയുന്നത്. തപസ്, ശൗചം, ദയ, സത്യം. അതിലത്തെ 3ഉം ഗർവം, സംഘം, മതം എന്നീ 3 പാദങ്ങളാൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. 3 എണ്ണം കാരണം ഇല്ലാണ്ടായിരിക്കുന്നു. തപസ്സില്ലാണ്ടാവാൻ കാരണം അഹങ്കാരമാണ്. ശൗചം ഇല്ലാണ്ടാവാൻ കാരണം ശരിയല്ലാത്ത സംഘം. ദയ ഇല്ലാണ്ടാവാൻ കാരണം അഹങ്കാരം. ഇങ്ങനെ 3 ഭാഗം പോയി. ഇനി ഒരു ഭാഗം മാത്രമാണ് ബാക്കി. തപസ്സിൻ്റെ സ്ഥാനത്തിൽ ഗർവവും, ശൗചത്തിൻ്റെ സ്ഥാനത്തിൽ സംഘവും, ദയയുടെ സ്ഥാനത്തിൽ മതവും കയറിയിരുന്നു എന്നർത്ഥം. 3 കാല് വെട്ടിക്കളഞ്ഞതുകൊണ്ടേ. തപസ്, ശൗചം, ദയാ, സത്യം, ഇത് പാദ പ്രകീർത്തിത. പാദ 4 എന്നർത്ഥം കൂടി ഉണ്ട് അവിടെ ബ്രാക്കറ്റിൽ. 4 കാലുകൾ എന്ന് പറയപ്പെട്ടിരിക്കുന്നു. തപസ്, ശൗചം, ദയാ, സത്യം. അതെങ്ങനെ പോയി? അധർമാംശത്രയോ ഭഗ്ന മയസംഗമതേസ്തവ. അഹങ്കാരം, സംഘം മുതലായിട്ടുള്ളത് കൊണ്ട് അതൊക്കെ പോയി എന്നർത്ഥം. ഇനി ഒരു കാലേ ബാക്കിയുള്ളൂ. ഇതാനും ധർമ്മം പാദസ്ഥേ സത്യം നിർവർത്തയത്യതാ തഞ്ചകൃഷ്യത്തധർമ്മോയം അനൃതേനേതി തക്കലി. ഏ ധർമ്മ, ഇതാനും തേ പാദ, ഇപ്പോൾ നിന്റെ പാദം, സത്യം എന്ന ഒന്നേ ഉള്ളൂ. അതന്നെ മുഴുവൻ ഇല്ല കലിയുഗത്തിൽ. മുഴുവൻ പറയാൻ പറ്റുമോ സത്യം? ആകെ അതേ ഉള്ളൂ. സത്യം എന്ന ഒന്നേ ഉള്ളൂ. ഹേ ധർമ്മദേവ, ഇതാനും തേ പാദ സത്യം, സത്യം എന്ന പാദമേ നിനക്കുള്ളൂ. എന്നിട്ടോ യാതൊന്നിനെ കൊണ്ട് നിവർത്തയെ, അതുകൊണ്ട് നിവർത്തിക്കണം. ഒരു കാല് വെച്ച് കഴിച്ചു കൂട്ടണം. ബുദ്ധിമുട്ടാണ്. 3 എണ്ണം പോയി ഒരു കാല് കഴിച്ചു കൂട്ടുക പറഞ്ഞാലേ. അനൃതേന, അസത്യത്താൽ പോഷിപ്പിക്കപ്പെടുന്ന കലി, ഏതിത, പോഷിപ്പിക്കപ്പെടുന്ന കലി. അത് അനൃതേനേതിത കലി, പോഷിപ്പിക്കപ്പെടുന്ന കലിയായ ഈ അധർമ്മം, അതിനെ അപഹരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സത്യമെങ്കിലും ഒരു കാല് നിലനിന്നോട്ടെ എന്നാണോ കലി വിചാരിക്കുന്നത്? അല്ല, അതും കൂടിയാണ് ഇല്ലാണ്ടാക്കണം. 4 കാലും വേണ്ട എന്നാണ് വിചാരിക്കണം. അതെന്തായാലും ഇനി നടക്കില്ല. ഞാൻ ഇവിടെ എത്തിയ സ്ഥിതിക്ക് രാജാവ് പറയാ, തൻ ജിഗൃഷത് അധർമ്മോയം അനൃതേനേതിത കലി. ആ അനൃതം നിറയ്ക്കുക. എവിടെയും അസത്യം നിറച്ച് സത്യത്തെ ഇല്ലാണ്ടാക്കിയാൽ ആ കാലും കൂടി ഇല്ലാണ്ടാവും. അപ്പം 4 കാലും ഇല്ലാണ്ടാക്കലാണ് കലിയുടെ ലക്ഷ്യം. ഇതാനും ധർമ്മപാദത്തെ സത്യം നിർവർത്തയത്യത. സത്യം എന്ന ഒരൊറ്റ കാല് ബാക്കിയുണ്ട്. കുറച്ച്, മുഴുവൻ സത്യമൊന്നുമില്ല, പക്ഷെങ്കിലും അതിനെയും കൂടി ഈ കലി ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു. ഇയഞ്ചബുർ ഭഗവത ജ്ഞാസിതോരു പരാസതി ശ്രീമദ്ഭിത്തപദന്യാസേ സർവതക്കത കൗതുക. ഇയം ഭൂച, ഈ ഭൂമിയും, ഭഗവത
ഭഗവാനാൽ ന്യാസിതോരു ബർവ നശിപ്പിക്കപ്പെട്ട മഹാഭാരത്തോടു കൂടിയവളും ഭാരമില്ലാത്തവൾ നർത്തം സതി ശോഭനയുമായിട്ട് ശ്രീമത്തുക്കളായിരുന്ന തത്പദന്യാസൈ അവൻ്റെ കാലടികൾ കൊണ്ട് സർവദ എല്ലാ ഭാഗത്തും കൗതുകത്തോടു കൂടിയിരുന്നു. ഗോരൂപിണിയായിരിക്കുന്ന ഭൂമിദേവിക്ക് ഉണ്ടായിരുന്ന മഹാഭാരത്തെ ഭഗവാൻ അവതരിച്ചിട്ട് തീർത്തു, ദുഷ്ടരാജ സംഹരണത്തിൽ കൂടിയിട്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ന്യാസിതോരു ഭരാസതി, സതി സൽസ്വഭാവമുള്ളവൾ, വാക്കിൻ്റെ അർത്ഥം അതാണ്. സതി ഭാരം ഇല്ലാത്തവളായി. സംസ്കൃതത്തിൽ ഭരം എന്നാണ് പറയുക ഭാരത്തിന്. ഭരം ഇല്ലാത്ത സൽസ്വഭാവിയായിട്ടുള്ള ഭൂമി ശ്രീമത്തുക്കളായിരുന്ന അവൻ്റെ കാലടികൾ കൊണ്ട് പറയണം ശ്രീകൃഷ്ണൻ നശിപ്പിച്ചിരുന്നു ഭാരത്തെ. ഭൂമിയെ നശിപ്പിക്കുകയല്ല, ഭൂമിയുടെ ഭാരത്തെ ഭഗവാൻ തൻ്റെ ശ്രീ വിളങ്ങുന്ന പാദങ്ങളെ കൊണ്ട് നശിപ്പിച്ചിരുന്നു. ആ ഭഗവാന്റെ പാദകമലങ്ങളുടെ അടയാളമായ ഈ ലക്ഷണങ്ങൾ 4 ഭാഗത്തും ശോഭിച്ചിരുന്നു. കാലിൽ താമര, തോട്ടി, അങ്കുശം മുതലായ അടയാളങ്ങൾ ഉണ്ടാവും ഭഗവാന്റെ കാലിൽ. അത് ശോഭിച്ചിരുന്നു. അപ്പോൾ എല്ലാ രീതിയിലും ഭൂമിഭാരത്തെ നശിപ്പിച്ച് ധർമ്മം നിലനിർത്താൻ ഭഗവാൻ ശ്രമിച്ചിരുന്നു. ആ ഭഗവാൻ ഇപ്പോൾ പോയി. ശോചത്യസ്തൃകലാസീദുർഭഗേവോച്ഛിത അധുന അബ്രഹ്മണ്യാ നിർഭവ്യാച ശൂദ്രാഭൂഷന്തി മാമിതി. ഇപ്പോൾ അധുന ഉച്ഛിത, ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടവളായിട്ട്. ഭഗവാൻ ഉപേക്ഷിച്ചു. ഭഗവാനാൽ ഭൂമി ഉപേക്ഷിക്കപ്പെട്ടു. അധുന ഉച്ഛിത, ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടവളായിട്ട് ഭൂമി. സാധ്വി, പതിപ്പതയായിട്ടുള്ള ഇവൾ ദുർഭഗ, ഭാഗ്യമില്ലാത്തവളായി. എപ്പോൾ ഈശ്വരനാൽ നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടു അപ്പോൾ നമ്മളൊക്കെ ഭാഗ്യമില്ലാത്തവരാവും. അശ്രുകല, കണ്ണീരോട് കൂടിയവളായിട്ട് അബ്രഹ്മണ്യ, ബ്രാഹ്മണ ഭക്തി ഇല്ലാത്തവരും. നൃപവ്യാജ, രാജാക്കന്മാരെ എന്ന വ്യാജത്താൽ ശൂദ്രന്മാർ മാം എന്നെ ഭോക്ഷ്യതി അനുഭവിക്കും എന്നോർത്തിട്ട് ദുഃഖിക്കണം. എന്താണ് ഭൂമിയുടെ ദുഃഖത്തിൻ്റെ കാരണം എന്ന് പറയുന്നു. ബ്രാഹ്മണഭക്തി ഇല്ലാത്തവരും കാപട്യം ഉള്ളവരും ശൂദ്രന്മാരായിട്ടുള്ളവർ. ശൂദ്രന്മാർ എന്ന് പറഞ്ഞാൽ ജാതിയല്ല, സ്വഭാവശുദ്ധി ഇല്ലാത്തവരൊക്കെ ശൂദ്രന്മാരാണ്. സാങ്കേതികമായിട്ട് അതിൻ്റെ അർത്ഥം അങ്ങനെ വരിക. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രൻ 4 ജാതി. ആ ശൂദ്രനല്ല അവിടെ. ആരാണ് ശൂദ്രൻ? ശുചാദ്രവതേ ഇത് ശൂദ്ര, ശുചിത്വം ഇല്ലാത്തവരൊക്കെ, സ്വഭാവശുദ്ധി ഇല്ലാത്തവരാണ് ശൂദ്രന്മാർ. അപ്പോൾ അവർ എന്നെ അനുഭവിക്കുന്നു എന്ന് ഭൂമി സങ്കടപ്പെടുന്നു. ബ്രാഹ്മണഭക്തി ഇല്ലാത്തവർ രാജാവോ എന്ന പേരേ ഉള്ളൂ, കാര്യം കൊണ്ടില്ല. ഇതങ്ങനെ പറയാൻ കാരണം രഞ്ജയതി പ്രജ ഇതി രാജ. രാജ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്രജകളെ സന്തോഷിപ്പിക്കുന്നവർ, സർവദാ എല്ലാ പ്രകാരത്തിലും സന്തോഷിപ്പിക്കുന്നവരാണ്. അപ്പം എന്താ ചെയ്യുന്നത് രാജാക്കന്മാർ? നികുതി ചുമത്തിയിട്ടും കള്ളത്തരം ചെയ്തിട്ടും കള്ളത്തരത്തിന് കൂട്ട് നിന്നിട്ടും ജനങ്ങളെ ശരിക്ക് ദ്രോഹിക്കുകയാണ്. അപ്പോൾ രാജാവ് എന്ന് പറയുക എന്താ? ഇലക്ഷൻ വരുമ്പോൾ പറയുക, ഞാൻ ജനങ്ങളുടെ സേവകനാണ്, എന്തും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാണ്, യജമാനനല്ല. ജയിച്ചാൽ ഈ വഴിക്കേ കാണില്ല. എത്രയോ ആൾക്കാർ ഇലക്ഷനിൽ ജയിച്ചാലേ ഈ വഴിക്കേ പിന്നെ കാണില്ല. അപ്പോൾ ഈ പറയലേ ഉള്ളൂ എന്ത് രാജാവാണ്? വ്യാജ, കള്ളത്തനാണ് ഉള്ളിൽ മുഴുവന്. കലിയുഗത്തെ സ്ഥിതി പൊതുവേ പറയുകയാണ് ഇവിടെ. അബ്രഹ്മണ്യ നൃപവ്യാജ, രാജാക്കന്മാർ എന്ന വ്യാജേന, കള്ളത്തരത്താൽ ശൂദ്രന്മാർ എന്നെ അനുഭവിക്കുന്നു എന്ന് ഭൂമി ദുഃഖിക്കുന്നു. ആ ഭൂമിയുടെ ദുഃഖ കാരണം, കഷ്ടം. ഇവരൊക്കെ എങ്ങനെ രാജാക്കന്മാരാവും? ഇതി ധർമ്മം മഹീം ചൈവ സാന്തയിത്വ മഹാരഥ നിശാതമാതേ കങ്കലേ അധർമ്മഹേതവേ. ഇതി ധർമ്മം മഹീം ചൈവ സാന്തയിത്വ. പ്രകാരം ഭൂമിയെ ആശ്വസിപ്പിച്ചിട്ട് രാജാവ് എന്ത് ചെയ്തു? വാളെടുത്തു. മഹാരഥനായിരിക്കുന്ന മഹാരഥ വിശേഷണമാണ്. അധർമ്മഹേതവേ,
അധർമ്മകാരണനായ കലയെ അധർമ്മകേതവേ കലയെ നിഷാദം കൊല്ലാനായിക്കൊണ്ട് മൂർച്ചയുള്ള കേട്ടോ, നിഷാദം എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള ഖഡ്ഗത്തെ ആദാനം ചെയ്തു. മൂർച്ചയുള്ള നിഷാദം, നിശിതമായ എന്ന് വരുമല്ലോ, മൂർച്ചയുള്ള ഖഡ്ഗത്തെ എടുത്തു. കഴുത്തിലാണ്ട് വെക്കേണ്ട താമസമുള്ള കലാതലയുടെ പാട്ട് പോവും. ആ മാതിരി മൂർച്ചയുള്ള തൻ്റെ വാളിനെ കലി നിഗ്രഹത്തിനായി കൊണ്ട് പരീക്ഷിത്ത് എടുത്തു, ഉറയുന്നിങ്ങോട്ട് ഊരി. ഇത് ധർമ്മം മഹീംശൈവ സാന്തയിത്വമകാരഥ നിഷാദം മൂർച്ചയുള്ള ഖഡ്ഗം നിഷാദ ഖഡ്ഗം നിഷാദഘട്ടത്തെ എടുത്തു. കലയെ അധർമ്മഹേതവേ തഞ്ചികാംസം അഭിപ്രേത്യ വിഹായ നൃബലാഞ്ചനം തത്പാദമൂലം ശിരസ സമകാൻ ഭയവിഹ്വല. എന്ത് ചെയ്യും? ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ കലിയുടെ കഥ കഴിഞ്ഞത് തന്നെ, നമ്മളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ അവിടെ കലി അപ്പം ചെയ്യേണ്ടത് തോന്നിയിട്ടാണ് ചെയ്തു. തൻ ജിഗാംസും അവനെ വധിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് രാജാവ്. ഇതിങ്ങോട്ട് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്തു? അഭിപ്രേത്യ അറിഞ്ഞിട്ട് വേഗം തത്പാദമൂലം സമഗാത് അവൻ്റെ പാദപത്മത്തിൽ ഒരൊറ്റ വീഴ്ച. ഇവിടെ അതേ ചെയ്യാനുള്ളൂ, വേറെ യാതൊന്നും ചെയ്യാനില്ല. കാക്കൽ വീണവരെ കൊല്ലരുത്, പണ്ടൊരു നിയമമുണ്ട്. അതെങ്ങനെയോ കലി മനസ്സിലാക്കി. ഇവനെ രക്ഷിക്കാൻ വേണ്ടി എന്ത്? സമഗാത് ഭയവിക്വല തത്പാദമൂലം ശിരസാ സമഗാത്. അദ്ദേഹത്തിൻ്റെ രാജാവിൻ്റെ പാദമൂലത്തെ ആശ്രയിച്ച കാൽക്കൽ വീണു. വിഹായ നൃബലാഞ്ചനം എന്ന് പറഞ്ഞ രാജാവാണ് എന്ന് തിരിച്ചറിഞ്ഞ് രക്ഷയില്ല, രാജാവിൻ്റെ മുമ്പിൽ രക്ഷയില്ല. നൃബലാഞ്ചനം രാജചിഹ്നത്തെ തിരിച്ചറിഞ്ഞ് തത്പാദമൂലം ശിരസാ സമഗാത് ശിരസ് കൊണ്ട് ആ പാദമൂലത്തെ നമസ്കരിച്ചു. എങ്ങനെയാ? ഭയവിഹ്വല പേടിച്ച് വിറച്ച ജീവനാ പോകാൻ പോണേ, പിന്നെ കിട്ടുമോ? പേടിച്ച് വിറച്ചുകൊണ്ട് ആ കരീക്ഷത്തിൻ്റെ കാക്കൽ വീണു എന്നർത്ഥം. പതിതം പാദയോർ വീക്ഷ്യ കൃപയാദീനവത്സല ശരണ്യോ നാവതീശ്ലോക്യ ആഹചേതം അസന്നിവ. പരീക്ഷിത്ത് ധർമ്മിഷ്ഠനാണ്. കാക്കൽ വീണാൽ എത്ര ദുഷ്ടനായാലും കൊല്ലരുത്. പണ്ടൊരു നിയമമുണ്ട്. വിഭീഷണൻ കാക്കൽ കൊണ്ട് നോക്കരിച്ച് ശത്രുപക്ഷത്താണെന്ന് വിചാരിച്ചു രാമൻ സ്വീകരിക്കാതിരുന്നില്ല. പണ്ടത്തെ നിയമമാണത്, ഒരാൾ മാത്രം നോക്കണതല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ശരണ്യ ശ്ലോക്യ കീർത്തിക്കാൻ യോഗ്യനും ശരണ്യനുമായ ദീനവത്സലനുമായ രാജാവ്. വിശേഷണങ്ങളാണതൊക്കെ. ശരണ്യ ശ്ലോക്യ കീർത്തിക്കപ്പെടേണ്ടവൻ. ദീനവത്സല ദുഃഖിതൻ വാത്സല്യമുള്ള ദീനവത്സലനായ പാദയോ ആയ രാജാവ്. പാദങ്ങളിൽ പതിതം പതിച്ചവനെ വീക്ഷ്യ കണ്ടിട്ട് ന അവധീത് വധിച്ചില്ല. ന അവധീത് പതിതം പാദയോർ വീക്ഷ്യ കൃപയാദീനവത്സല ശരണ്യോ നാവധീ ശ്ലോക്യ ആഹചേതം അസന്നിവ നാവധീത് വധിച്ചില്ല. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അടുത്ത ശ്ലോകത്തിൽ. രാജോവാച നതേ ഗുഡാകേശോധരാണാം ബദ്ധാഞ്ജല വൈ ഭയമസ്തി കിഞ്ചൽ ന വർത്തിതവ്യം ദവതാ കഥഞ്ചന ക്ഷേത്രേ മദീയത്വമധർമ്മബന്ധു. ഗുഡാകേശോധരാണാം അർജുനൻ്റെ യശസ്സിനെ വഹിച്ചിരുന്ന ഞങ്ങളെക്കുറിച്ച്. അർജുന വംശത്തിൽപ്പെട്ടതാണല്ലോ, അതുകൊണ്ട് ബദ്ധാഞ്ജലി കൈകൂപ്പിയതായിട്ടുള്ള നിനക്ക് അഭയം തന്നിരിക്കുന്നു. കാക്കൽ വീണ അഭയം ചോദിച്ചാൽ അത് കൊടുക്കണം എന്ന ന്യായേണ നിനക്ക് അഭയം തന്നിരിക്കുന്നു. നീക്കി അവിടുന്ന്. അതുകൊണ്ട് എൻ്റെ കാലിൽ നീ കിടക്കണ്ട, നീ നീട്ടോ അവിടുന്ന്. അഞ്ജലിയോടുകൂടിയ നിനക്ക് ബദ്ധാഞ്ജലി രണ്ട് കൈയും കൂപ്പി കാക്കൽ വീണ സ്ഥിതിക്ക് നിനക്ക് അഭയം തന്നിരിക്കുന്നു. ഗുഡാകേശൻ അർജുനവംശജനായിരിക്കുന്ന ഞങ്ങൾ നിനക്ക് അഭയം തന്നിരിക്കുന്നു. ബദ്ധാഞ്ജലേർ വൈ ഭയമസ്തി കിഞ്ചിൽ കൊല്ലേണ്ട കാര്യം ഞാൻ പിൻവലിച്ചു, വേണ്ടാന്ന് വെച്ചു. നിൻ്റെ ആശ്രയം കാരണം, ശരണാഗതി കാരണം കൊല്ലുന്നില്ല, നിനക്ക് അഭയമുണ്ട്, എണീക്കൂ. ന വർത്തിതവ്യം ഭവതാ കഥഞ്ചന. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്.
ഇങ്ങനെയാകില്ല. എൻ്റെ രാജഭരണത്തിൻ്റെ പരിധിയിൽ നിന്നെ കണ്ടുകൂടാ, അത് പറ്റില്ല. ഇവിടെ കിടന്നിട്ട് എൻ്റെ അധർമ്മം നടപ്പാക്കൽ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാൻ ജീവൻ തരാം, പോണം, എൻ്റെ പരിധി വിട്ട് നീ പോകണം. അത് വ്യവസ്ഥയാണ്. ന വർത്തിതവ്യം ഭവതാകതഞ്ജന മദീയേ ക്ഷേത്രേ, എൻ്റെ രാജ്യഭരണ പരിധിയിൽ നിന്നെ കണ്ടുകൂടാ. എന്താ കാരണത്വം? അധർമ്മബന്ധു, ആധർമ്മത്തിൻ്റെ ബന്ധുവായിട്ടുള്ള നിനക്ക് ധർമ്മം പാലിക്കണ ഈ രാജ്യത്ത്, സാമ്രാജ്യത്ത് സ്ഥാനമില്ല. അതുകൊണ്ട് നീ പൊക്കോ, പക്ഷേ ഇവിടെ നിന്നെ കാണണ്ട, ഞാൻ കൊല്ലും. ആ വ്യവസ്ഥയിൽ ജാമ്യം കൊടുക്കുക എന്ന് പറയുമല്ലോ, വ്യവസ്ഥയുടെ മുകളിൽ ജാമ്യം തരാം. വ്യവസ്ഥ തെറ്റിച്ചാലോ പിൻവലിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ തന്നെ കാണരുത്. എന്നതേ ഗുഡാകേശോധരാണ് അർജുന വംശത്തിൽപ്പെട്ട ഞങ്ങൾ. എൻ്റെ മുമ്പിൽ ശരണാഗതി അടഞ്ഞതുകൊണ്ട് നിനക്ക് പേടി വേണ്ട, നിന്നെ ഞാൻ കൊല്ലില്ല. ബദ്ധാഞ്ജലെ കൈകൂപ്പി സ്തുതിച്ചതായിട്ടുള്ള കലി നിനക്ക് അഭയം തന്നിരിക്കുന്നു. ഭയമസ്തി കിഞ്ചിൽ ന എന്നുണ്ട് അവിടെ ആദ്യട്ടോ, ആ ന അതിൽ ചേർക്കണം. ഭയമില്ല, ന ഭയം അസ്തി കിഞ്ചിത്, പേടിക്കണ്ട. പക്ഷെ ന വർത്തിതവ്യം ഭവതാ കഥഞ്ജന ക്ഷേത്രേ മദീയേ ത്വം അധർമ്മബന്ധു, അധർമ്മബന്ധുവായിട്ടുള്ള നീ ഞാൻ ഭരിക്കണ പരിധിയിലൊരിക്കലും വരാൻ പാടില്ല. ത്വാം വർത്തമാനം നരദേവദേഹേഷനു പ്രവൃത്തോയമധർമ്മഭൂക ലോഭോ അനൃതം ചൗര്യം അനാര്യമംഹോ ചേട്ടാമായ കലകച്ചദംബ. നരദേവദേവേഷു, രാജശരീരങ്ങളിൽ വർത്തമാനം ഇരിക്കുന്ന, നരദേവദേവൻ രാജാവ്, രാജശരീരങ്ങളിൽ വർത്തമാനം ഇരിക്കുന്ന ത്വാം അനു, നിന്നെ അനുസരിച്ച് കലിയുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് പറയുക. ലോഭം, അത്യാഗ്രഹം, അനൃതം, അസത്യം, ചൗര്യം, കള്ളത്തരം. ഇല്ലേ, ആഗ്രഹം ഉണ്ടായ കള്ളത്തരം തന്നെ തോന്നും. എങ്ങനെയെങ്കിലും 4 കാശുണ്ടാക്കണം. കളവ്, അനൃതം, ചൗര്യം, കക്ക, ചോരൻ കള്ളൻ, ചൗര്യം ആ പ്രവർത്തിക്കാണ് ചൗര്യം. അനാര്യം, മര്യാദ ഇല്ലായ്മ, ഇതൊക്കെ കലിയുടെ ലക്ഷണമാണ്. മായ, കലഹ, ദമ്പ, കാപ്പട്ടം ആണ് മായ. കലഹം, ശണ്ട, തൊട്ടതിനും പിടിച്ചതിനൊക്കെ തമ്മിൽ തല്ലാനുള്ള താല്പര്യം, കലഹം ഉണ്ടാവാനുള്ള താല്പര്യം ഉണ്ടാക്കുക. കാപ്പട്ടം, കലഹപ്രിയ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പറയുന്നത് കലഹപ്രിയൻ എന്ന്, ആണുങ്ങൾക്കും കലഹപ്രിയ എന്ന് സ്ത്രീകൾക്കും. എവിടെ തമ്മിൽ തല്ലുണ്ടാക്കാൻ നോക്കി നടക്കണവർക്കാണ് കലിയുടെ ബാധയുണ്ടെന്ന് പറയാം. അവർക്ക് അതേ ലക്ഷ്യമുള്ളൂ, ഇങ്ങനെയെങ്കിലും കലഹം ഉണ്ടാക്കുക. അനാര്യമംഘോ ജ്യേഷ്ഠായമായ കലഹശ്ച ദംഭ, കലഹവും അഹങ്കാരവും ഉണ്ടാവും. എന്താ നീ ഉണ്ടായ കുഴപ്പം എന്നാണെങ്കിൽ ഇതൊക്കെ തന്നെ കുഴപ്പം. ലോഭോ അനൃതം ചൗര്യം അനാര്യം മര്യാദയില്ലായ്മ, അംഭോ അഹങ്കാരം, ജ്യേഷ്ഠ ചേട്ട വൃത്തിയില്ലാത്ത ഏർപ്പാട് ജ്യേഷ്ഠ, അതിനെ എന്ത് വേണമെങ്കിൽ അർത്ഥം പറയാം. ശരിയല്ലാത്തൊക്കെ ജ്യേഷ്ഠയാണ്. അലക്ഷ്മി എന്ന് പൊതുവേ പറയാം ജ്യേഷ്ഠ. മായ കലഹശ്ചദമ്പ, ഇതൊക്കെ ധർമ്മം പാലിക്കണ രാജ്യത്ത് പറ്റില്ല. അതുകൊണ്ട് ഇതൊക്കെ ഉള്ള നിന്നെ ഞാൻ എൻ്റെ സാമ്രാജ്യത്തിലേക്ക് കടത്തില്ല. ആ വ്യവസ്ഥയിൽ നിനക്ക് ജീവൻ വിട്ടു നൽകാം എന്ന് രാജാവ് പറഞ്ഞു. നവർത്തിതവ്യം തത് അധർമ്മബന്ധോ ധർമ്മേണ സത്യേന ച വർത്തിതവ്യേ ബ്രഹ്മാവർത്തേ എത്ര ജന്തി യജ്ഞേ രജ്ഞേശ്വരം യജ്ഞവിധാന വിജ്ഞാ. തദ്ധർമ്മേണ, അതുകൊണ്ട് ധർമ്മത്തോടും സത്യേന സത്യത്തോടും വർത്തിതവ്യേ വർത്തിക്കേണ്ടതായ എൻ്റെ രാജ്യത്തിന് പൊതുവെ ബ്രഹ്മാവർത്തം എന്ന് പറയും. ഓരോ സമയത്ത് ഓരോ പേരാത്ര. ആര്യാവർത്തം, ബ്രഹ്മാവർത്തം, അജനാഭം, ഭാരതം ഒക്കെ ഈ പ്രദേശത്തിനിട്ട പേരുകളാണ്. ബ്രഹ്മാവർത്തം എന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. ഈ ബ്രഹ്മാവർത്ത ദേശത്തിൽ എന്തില്ല? അധർമ്മമില്ല. സദാ സത്യവും ധർമ്മവും പാലിക്കപ്പെടുന്ന ഇവിടെ അല്ലയോ അധർമ്മബന്ധുവായിട്ടുള്ള കലയെ ത്വം അധർമ്മബന്ധോ, നീ പ്രവർത്തിക്കരുത്. ന വർത്തിതവ്യം, നീ പ്രവർത്തിക്കേണ്ട. സത്യം ധർമ്മേണ സത്യേന ച വർത്തിതവ്യേ, ധർമ്മം സത്യം മുതലായിട്ടുള്ളതൊക്കെ ഉള്ളതായ, ഇവിടെ 2 വർത്തിതവ്യം ഉണ്ട് കേട്ടോ, അല്ലേ? ന വർത്തിതവ്യം ധർമ്മബന്ധോ ധർമ്മേണ സത്യേന ച വർത്തിതവ്യേ. ഈ ശ്ലോകത്തിൻ്റെ ശൈലി ഒരു ശൈലിയാണ്. ഒരു വാക്ക് പ്രാസത്തിൽ ഇങ്ങനെ വയ്ക്കുക.
ഒരു ത്രാസിൽ രണ്ട് പുറത്തും ബാലൻസ് ചെയ്യാൻ സാധനം വെക്കണ പോലെ അല്ലേ. ആദ്യത്തെ വർത്തിതവ്യം എന്താ? കലി ന വർത്തിതവ്യം, നീ ഇവിടെ പ്രവർത്തിക്കരുത് എന്നർത്ഥം. രണ്ടാമത്തെയോ വർത്തിതവ്യ, ഇവിടെ വേണ്ട കാര്യമാണ് പറഞ്ഞത്, മറ്റത് വേണ്ടാത്ത കാര്യം. ന വർത്തിതവ്യം വേണ്ടാത്തത്. വർത്തിതവ്യോ ധർമ്മേണ സത്യേന വർത്തിതവ്യേ, എളുപ്പമാണ്. ധർമ്മം സത്യം മുതലായിട്ടുള്ളത് വേണ്ടതായ, അവിടെ ന്യായില്ല. ധർമ്മം സത്യം മുതലായത് വേണ്ടതായ വർത്തിതവ്യേ ബ്രഹ്മാവർത്തേ, ഈ ബ്രഹ്മാവർത്തത്തിൽ അധർമ്മബന്ധുവായിട്ടുള്ള നീ ന വർത്തിതവ്യം, അധർമ്മബന്ധുവായിട്ടുള്ള നീ വർത്തിക്കരുത്. ന വർത്തിതവ്യം തത് അധർമ്മബന്ധോ ധർമ്മേണ സത്യേന ച വർത്തിതവ്യേ, ധർമ്മത്താലും സത്യത്താലും വർത്തിതവ്യമായിരിക്കുന്ന ബ്രഹ്മാവർത്തത്തിൽ നീ ന വർത്തിതവ്യം, നീ വസിക്കരുത്. ബ്രഹ്മാവർത്തേ തേജന്തി യജ്ഞേശ്വരം യജ്ഞവിധാന വിജ്ഞാ, എവിടെയാണോ യജ്ഞങ്ങളെ കൊണ്ട് സദാ ഭഗവാൻ പൂജിക്കപ്പെടുന്നത്, അതാണ് ബ്രഹ്മാവർത്തത്തിലത്തെ ഒരു പ്രത്യേകത. ഭാരതത്തിലെ എപ്പോഴും യാഗങ്ങൾ നടത്തും ഇല്ലേ. ദശരഥ മഹാരാജാവ് മുതൽക്കൊണ്ട് ഇങ്ങോട്ട് നോക്കിയാൽ ധർമ്മോത്തര അശ്വമേധം നടത്തി എല്ലാ രാജാക്കന്മാരും യാഗങ്ങൾ നടത്തി ഭഗവാനെ പൂജിക്കുന്ന സ്ഥലമാണ് ഇത്. അവിടെ എന്ത് പറ്റില്ല? അധർമ്മബന്ധുവായിട്ടുള്ള നീ ന വർത്തിതവ്യം, നീ വർത്തിക്കരുത്. ഇവിടെയോ ധർമ്മം സത്യം മുതലായിട്ടുള്ളതേ വർത്തിക്കാൻ പാടുള്ളൂ. യസ്മിൻ ഹരി ഭഗവാനിജ്യമാനൈജ്യാമൂർത്തിരിജ്യതാംശം തനോതി കാമാനമോഘാൻ തിരജംഗമാനാം അന്തർബഹിർവായുവേഷാത്മാ. യസ്മിൻ ഇജ്യമാന, ഏതൊന്നിൽ യജിക്കപ്പെടുന്ന ഇജ്യാമൂർത്തി ഭഗവാൻ. ആരാ ഇജ്യാമൂർത്തി? ഭഗവാൻ, യജിക്കപ്പെടുന്നവൻ. ഏതൊരു ബ്രഹ്മാവർത്തത്തിലാണോ ഭഗവാൻ യജിക്കപ്പെടുന്നത്, വിഷ്ണു, ഭഗവാൻ വിഷ്ണു, ഹരി. യജതാം, യജിക്കുന്നവർക്ക് ശം അമോഘാൻ കാമാൻ അനോദി, വളരെയേറെ വിലപ്പെട്ട ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് കൊടുക്കുന്നു. കർമ്മങ്ങൾ ചെയ്യേണ്ടോടത്ത് കർമ്മങ്ങളായിട്ട് തന്നെ ചെയ്യണം എന്നും കൂടി എന്ന് വരുന്നു. യസ്മിൻ ഹരി ഭഗവാനിജ്യമാന, എവിടെയാണോ ബ്രഹ്മാവർത്തത്തിൽ ഹരി യജിക്കപ്പെടുന്നത്, യാഗങ്ങളാൽ പൂജിക്കപ്പെടുന്നത്, അവിടെ ജ്യാമൂർത്തി യജതാംശം തനോതി, ജ്യാമൂർത്തിയായിട്ടുള്ള ഭഗവാൻ എല്ലാ സമാധാനത്തെയും ഐശ്വര്യത്തെയും നൽകുന്നു. കാമാൻ അമോഘാൻ, കാമത്തെയും കൊടുക്കുന്നു. ശം, സമാധാനത്തെയും കൊടുക്കുന്നു. കാര്യങ്ങൾ നടന്നുകൊണ്ട് സമാധാനം ഉണ്ടാവണമെന്നില്ല, അത് സമാധാനത്തിനുള്ള ഘടകങ്ങൾ വേണം, വേണ്ടേ? രണ്ടും ഉണ്ട് എന്നർത്ഥം. ശം തനോതി, ശം കാമാൻ അമോഘാൻ തനോതി. എവിടെ ഭഗവാൻ യജിക്കപ്പെടുന്നുവോ അവിടെ സമാധാനവും ഐശ്വര്യവും സന്തോഷവും ഭഗവാൻ ആ ചെയ്യുന്നവർക്ക് നൽകുന്നു. തിരജംഗമാനാമന്തർബഹിർവായുവേഷാത്മാ, ഞാൻ ഭഗവാന്റെ പ്രത്യേകത ഒന്ന് വിശേഷിപ്പിച്ചു. ഉള്ളിലും പുറത്തും വായുവിനെ പോലെ ആത്മസ്വരൂപിയായിട്ട് ഭഗവാൻ നിൽക്കുന്നു. എന്തിനെ മറച്ചാലും ഭഗവാനെ മറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നിനെയും മറയ്ക്കാൻ പറ്റാത്ത എല്ലാ ദിക്കിലും നിറഞ്ഞു വിളങ്ങുന്ന, ഉള്ളിലും പുറത്തും, ഉള്ളിലുണ്ട് പുറത്തുമുണ്ട്, അങ്ങനെയുള്ള ഭഗവാൻ അമോഘങ്ങളായിട്ടുള്ള കാമങ്ങളെയും ശം, സമാധാനത്തെയും യജിക്കുന്നവർക്ക് കൊടുക്കുന്നു. അങ്ങനത്തെ സ്ഥലത്തൊന്നും എന്നെ പോലെയുള്ള സാധനങ്ങൾക്ക് പ്രവേശനമില്ല, പൊക്കോടുന്ന്. അവിടെ എൻ്റെ സാമ്രാജ്യം വിട്ട് നീ പോയാൽ നിനക്ക് ജീവൻ കിട്ടും, അല്ലെങ്കിൽ നിന്നെ ഞാൻ വധിക്കുക തന്നെ ചെയ്യും എന്നങ്ങനെ പറഞ്ഞു. പരീക്ഷിതേവമാതിട്ടസ്ഥകലിർജാതപതുത്തമുദ്യതാസിമാഹോ ആഹേദം തണ്ടപാണി വിമോദ്യതം പ്രകാരം പറഞ്ഞതായിട്ടുള്ള കലി വിറച്ചു. ജാതവേപതു, പേടിച്ച് വിറച്ചു. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, എത്ര കുജനവച്ഛാമി സാർവഭൗമതവാജ്ഞേയ ലക്ഷയേ തത്ര തത്രാവിത്വാമാത്തേഷു ചരാസനം. എല്ലാതും അങ്ങയുടെ സാമ്രാജ്യമാണ്. ഭൂമി മുഴുവൻ ദിഗ്വിജയത്തിന് പുറപ്പെട്ട അങ്ങ് പറയുകയാണ് എൻ്റെ സാമ്രാജ്യത്തിൽ വസിക്കുക. അപ്പം ഞാൻ എവിടെ വസിക്കും? അങ്ങയുടെ സാമ്രാജ്യം അല്ലാണ്ട് ഇവിടെ വല്ലതും ഉണ്ടാവും? സ്വർഗത്തിൽ പോയിട്ട് കലി ബാധിക്കാൻ പറ്റില്ല, സ്വർഗത്തിൽ കലിബാധ ഇല്ല. ആ കലി ചോദിച്ചു, ഞാൻ എവിടെ വസിക്കണം എന്നാണ് അപ്പം അങ്ങ് പറയണത്? അങ്ങയുടെ സാമ്രാജ്യം അല്ലാതെ ഇവിടെ എവിടെയൊന്നും ഇല്ലല്ലോ, ഭൂമി മുഴുവൻ അങ്ങയുടെ ഇല്ലേ? അതിലൊരു ചോദ്യമാണല്ലോ.
എവിടെയൊക്കെ പോകുന്നുണ്ടോ അങ്ങ് അവിടെ ശരവും വില്ലും കയ്യിൽ പിടിച്ച് അവിടെ കാണാണ്ടല്ലോ അങ്ങേ. അങ്ങില്ലാത്തൊരു സ്ഥലത്ത് പോവാന്ന് പറഞ്ഞാൽ സാധ്യമാണോ? അത് ഞാൻ ഇരിക്കേണ്ട സ്ഥലം ഒന്ന് പറഞ്ഞു തരണം. ഞാൻ 4 സ്ഥാനം നിർദ്ദേശിച്ചു കൊടുക്കുകയാണ്. കലിയുടെ പരീക്ഷത്തിൻ്റെ സാമ്രാജ്യത്തിൽ കലിക്ക് ഇരിക്കരുത് എന്നുള്ളത് നടപ്പാക്കാൻ പറ്റില്ല. കാരണം ഭൂമി മുഴുവൻ പരീക്ഷത്തിൻ്റെയാണ്. അപ്പം അങ്ങ് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ കഷ്ടത്തിലാവും. അതുകൊണ്ട് അങ്ങയുടെ സാമ്രാജ്യത്തിൽ തന്നെ വസിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതൊന്നും അങ്ങ് നിശ്ചയിച്ചെന്നാൽ ഞാൻ അവിടെ കൂടിക്കോളാം. സാമ്രാജ്യം വിട്ടുപോകാൻ സാധ്യമല്ല. സാമ്രാജ്യം അല്ലാത്തൊരു സ്ഥലമില്ല. തന്നെ അല്ലാത്തൊരു സ്ഥലം ഉണ്ടെങ്കിലല്ലേ അവിടേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ആ സ്ഥലം ഒന്ന് നിർദ്ദേശിച്ച് തന്നാൽ, സ്ഥാനം നിർദ്ദേശിട്ടും അർഹസി, ആ സ്ഥാനം ഒന്ന് നിർദ്ദേശിച്ച് തന്നാൽ വലിയ ഉപകാരം എന്ന് പറഞ്ഞിട്ടാണ് കലിക്കിരിക്കാൻ 4 സ്ഥാനം പരീക്ഷിത്ത് നിർദ്ദേശിച്ച് കൊടുക്കണം. അവിടെ മാത്രമേ നീ വസിച്ചോ എന്ന് പറഞ്ഞിട്ട്. എത്ര ക്വചനവത്സ്യാമി സാർവഭൗമതമാജ്ഞയ ലക്ഷ്യേ തത്ര അഭിത്വമാത്തേഷു ശരാസനം. നീ കലിക്ക് വസിക്കണം എന്നത്ര നിർബന്ധം എന്ന് വെച്ചാൽ അത് ഭഗവാൻ കലിക്ക് കൊടുത്ത ഡ്യൂട്ടിയാണ്, ധർമ്മം. ചെയ്യാതെ പറ്റില്ലല്ലോ. ഭഗവാൻ പറഞ്ഞത് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് കലി. രാജാവ് അത് ശരിയാണല്ലോ, ഭഗവാന്റെ ആജ്ഞയെ ലംഘിക്കാൻ പാടില്ല. അപ്പം കലി ബാധിക്കണം എന്നൊരു നിയമമുണ്ട്, ഭഗവാൻ തന്നെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് നിനക്ക് ഞാൻ സ്ഥാനം നിർദ്ദേശിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് 4 സ്ഥാനത്തെ നിർദ്ദേശിക്കണം. ഒന്നും കൂടി വേണം. അങ്ങനെ 5 സ്ഥാനത്തെ കൊടുക്കുന്നതായിട്ടാണ് തുടർന്നുള്ള ഭാഗം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.